ഇതേമാതിരി ഷെഡിൽ നല്ല മഴയത്ത് നിൽക്കാൻ നല്ല രസം ഉണ്ടാവില്ലേ. ഞാൻ ഈ ലാൻഡിലാണ് ഉള്ളത്. കരവയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ രേഖയിലില്ല കേട്ടോ. അതായത് നികുതി എടുക്കും അതിൽ ഒന്നിലെ വയൽ അല്ലെങ്കിൽ കരവയൽ എന്ന് പറയുന്നത് അതായത് കരയാവാൻ സാധ്യതയുള്ള അത്യാവശ്യം കവുങ്ങ് സാധനങ്ങളൊക്കെ നട്ടിരിക്കുന്ന സാധനത്തിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് കരവയൽ. അങ്ങനെയുള്ള സാധനമാണ് ഇത്. സെന്റിന് 14,000 രൂപ പറഞ്ഞാൽ നെഗോഷ്യബിൾ അല്ല, വളരെ ചെറുതായിട്ട്. അതായത് ഒരു ബിസിനസ്സിന് ഇരിക്കുമ്പോൾ ചെറുതായിട്ട് കുറയില്ല, അതേമാതിരി കുറയുള്ളൂ. കാരണം അതിൻ്റെ റോഡ് ഫ്രണ്ടേജ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഏരിയൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അത്യാവശ്യം വിലയുള്ള ഏരിയ ആണ്. അപ്പം താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ മുഴുവൻ കാണാം. ഫാമിങ്ങിനൊക്കെ പറ്റിയ ടോപ്പ് ലാൻഡാണ്. പണ്ടൊക്കെ ആന വരുന്ന ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ കാര്യമായിട്ട് ആനേൻ്റെ പ്രശ്നമില്ല കേട്ടോ. ഫോറസ്റ്റ് അടുത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഫോറസ്റ്റ് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇപ്പോൾ ആനേൻ്റെ ഒരു വിഷയം അവിടെ വരുന്നില്ല. പിന്നെ റോഡ് സൈഡാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, എല്ലാ സൗകര്യമുള്ള നല്ലൊരു ലാൻഡ്. ബാക്കി നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പനമരം അമ്മാനി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അമ്മാനി അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് ബസ് റൂട്ടിലേക്ക് ഒരു 200 മീറ്ററേ ഉള്ളൂ. അതായത് ഈ റോഡിന് 200-250 മീറ്റർ അത്ര അടുത്താ. ഇതിന്റെ ഇപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു 2.25 ഏക്കറ. അത് ഇവിടെ മുതൽ ഇതിന്റെ ഫ്രണ്ടേജ് തുടങ്ങാണ്. ഈ ചെമ്പരത്തി നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ കുറ്റി കാണുന്നുണ്ടാവും. ഇവിടെ മുതൽ ഫ്രണ്ടേജ് ഏതാണ്ട് ഒരു 100 മീറ്ററിന്റെ അടുത്തുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡ് കേട്ടോ, താഴെയാണ് കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഫ്രണ്ടേജ് കേട്ടോ. ഇത്രയും ദൂരം ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. മെയിൻ സെന്ററിലേക്ക് നമുക്കാകെ 250 മീറ്ററേ ഉള്ളൂ. ആ വിറക് നിങ്ങൾ കൂട്ടിയിട്ട് ഫ്രണ്ടിൽ കാണുന്നുണ്ട്, അവിടം വരെ ഇതിന്റെ ഫ്രണ്ടേജ് ആണ്. നമുക്കൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ പുറത്തുള്ളത് ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മാനി എന്ന് പറഞ്ഞൊരു കവലയാണ്. അത് ബസ് റൂട്ടാട്ടോ. അത്രയും അടുത്താണ്. ഈ താഴെ കാണുന്ന ലാൻഡ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടേജ് ഞാൻ ആദ്യം കാണിച്ചെന്നുണ്ടാവുമല്ലോ. ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ഇതിൽ കുറച്ച് മഞ്ഞൾ കാര്യങ്ങളൊക്കെ നട്ടങ്ങൾ കാണുന്നുണ്ടാവും. ഈ സാധനം വയലായിട്ടാണ് കിടക്കുന്നത്. വയലിലാണ് ഇവർ കാപ്പി നട്ടേക്കുന്നത്. ഭാവിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കരയാക്കി എടുക്കാൻ പറ്റും. പിന്നെ അത് കൃഷിയോഗ്യമല്ലാത്ത വയലായതുകൊണ്ടാണ് ഇവരിത് കാപ്പി തൈ നട്ടേക്കുന്നത്. ഇതൊക്കെ ഇതിലുള്ള ഷെഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. മഴയുണ്ട്, അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഫുള്ള് കവുങ്ങും കാപ്പിയും നട്ടേക്കുന്നുണ്ട് കേട്ടോ. താഴെ ഇതൊക്കെ കാപ്പിയാണ്. കാപ്പി ഏതാണ്ട് 2 വർഷമായി. ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ നമുക്ക് ശരിക്ക് ആയി തുടങ്ങി, വിളയായി തുടങ്ങിയിട്ടുണ്ട് കാപ്പി. 3 വർഷം കൊണ്ട് കാപ്പി ആവും. ഏതാണ്ട് ഇവരൊരു 1.5 ഏക്കറിൽ കാപ്പി നട്ടുണ്ട്. കണ്ടോ, ഇപ്രാവശ്യം കാപ്പിക്കുരുവൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ വെള്ളം കയറില്ല, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ വലിയൊരു വയലൊന്നുമില്ല. ഈ ഒരു പോർഷൻ മാത്രമേ വയലായിട്ടുള്ളൂ. നമുക്ക് നല്ല ഫാമൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഭാഗത്ത് ആന വരുന്നൊരു ടൈം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം സർക്കാർ ഒരുപാട് വേലികൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആനേൻ്റെ വരവ് കുറവുണ്ട്. കാരണം അമ്മാനി എന്ന് പറയുന്ന ആനശല്യത്തിന് ഒരു ടൈമിന് ഭയങ്കര ഫേമസ് ആയിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. ഒരു 1.5 ഏക്കറിൽ കാപ്പി നട്ടിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് കവുങ്ങാട്ടോ. വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല. വലിയൊരു കുളം ഇവർ കുഴിച്ച് വെച്ചിട്ടുണ്ട്. കൃഷിക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു ലാൻഡാണ്. അടുത്ത് ഫോറസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടുന്ന് ഫോറസ്റ്റ് പറയുന്ന ഒരു 1 കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ് ഫോറസ്റ്റ് വരുന്നത്. തൊട്ടടുത്ത് ഫോറസ്റ്റേ ഇല്ല. ഞാൻ ആനേൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് അടുത്തുണ്ട് എന്ന് വിചാരിക്കേണ്ട, ഫോറസ്റ്റ് ഇല്ല. ഈ ഒരു പോർഷനും കൂടെ അതിൽ വരും കേട്ടോ. ആ പുല്ല് നട്ടിരിക്കുന്ന പോർഷൻ, അതായത്
ഞാൻ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ മരക്കൂട്ടം വരെ ഇതിൻ്റെ അതിരാണ്. ഈ മരക്കൂട്ടത്തിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു പോർഷനും കൂടെ വരുന്നുണ്ട്, ആ പുല്ലുള്ള ഒരു പോർഷൻ. 2 ഏക്കർ 75 സെൻറ്റ് സ്ഥലം. അതിൽ 1.5 സെൻറ്റ് കരയുണ്ട് കേട്ടോ, 1.5 സെൻറ്റ്. നല്ല പറമ്പാ. കാപ്പി കായി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടും നമുക്ക്. പിന്നെ നല്ലൊരു ഫാമൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, കറണ്ടിന് ബുദ്ധിമുട്ടില്ല, റോഡ് സൈഡാണ്. റോഡ് ഇത്രയും ആക്സസ് ആണ്, എല്ലാ വലിയ വണ്ടിയും ഇവിടെ എത്തും. ഭാവിയിൽ ഇത് കൺവേർട്ട് ചെയ്ത് കരയാക്കുകയാണെങ്കിൽ, കാരണം ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ 1.5 റുപ്യ റേഞ്ചാണ് വില വരുന്നത്. കരഭൂമിക്ക് 1.5 ചോദിക്കുന്ന ലാൻഡാണ്, റോഡ് സൈഡ് ആയതുകൊണ്ട്. എല്ലായിടത്തും റോഡ് സൈഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് 1 ലക്ഷത്തിന് മേലെ പോവല്ലോ. അപ്പം നമുക്ക് ഭാവിയിൽ ഇത് കൺവേർട്ട് ചെയ്ത് കരയായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വില കിട്ടും. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയയും കൂടെ ആലോചിക്കാം. അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ വേഗം പറയുക. ഒരുപാട് ആൾക്കാർ എന്നോട് ഫാമിനൊക്കെ പറ്റുന്ന ലാൻഡ് ചോദിക്കുന്നുണ്ട്. അതിന് പറ്റുന്നത് നല്ല ലാൻഡാണ്, റോഡ് സൈഡാണ്. ബസ് റൂട്ടിലേക്ക് 200 മീറ്ററേ ഉള്ളൂ. പനമരം ടൗണിലേക്ക് ഇവിടുന്ന് ആകെ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ടാവും പനമരം ടൗണിലേക്ക്. മാനന്തവാടി അടുത്താണ്, പിന്നെ കുറുവ ദ്വീപൊക്കെ ഇവിടെ അടുത്താട്ടോ. അങ്ങനെ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം.